നാഗവല്ലി എന്ന കഥാപാത്രം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകുന്നത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് പിന്നിൽ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കലർന്ന ഒരു കഥയുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും ഭയാനകമായ എന്നാൽ അത്രമേൽ നമ്മൾ പ്രണയിച്ച ഒരു പേരാണ് നാഗവല്ലി. മണിച്ചിത്രത്താഴ് എന്ന സിനിമ ഇറങ്ങി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തരിപ്പ് വരും. എന്നാൽ ആരായിരുന്നു ഈ നാഗവല്ലി? വെറുമൊരു സിനിമാ കഥാപാത്രമാണോ അവൾ, അതോ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? നാഗവല്ലിയുടെ കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. പ്രശസ്തമായ തഞ്ചാവൂർ കൊട്ടാരത്തിലെ പ്രധാന നർത്തകിയായിരുന്നു അവൾ. കലയും സൗന്ദര്യവും ഒത്തുചേർന്ന നാഗവല്ലിക്ക് ആരാധകർ ഏറെയായിരുന്നു. എന്നാൽ തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തെ കൊട്ടാരത്തിലേക്ക് അവൾ എത്തപ്പെടുന്നതോടെയാണ് കഥ മാറുന്നത്. നാഗവല്ലി ഒറ്റയ്ക്കല്ല അവൾ കേരളത്തിലേക്ക് വന്നത്. അവളുടെ ഹൃദയം കവർന്ന ഒരു കാമുകൻ അവൾക്ക് കൂട്ടിനുണ്ടായിരുന്നു. രാമനാഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നാഗവല്ലിക്കൊപ്പം ചുവടുവച്ചിരുന്ന സഹനർത്തകൻ രാജാവിൻ്റെ കണ്ണ് വെട്ടിച്ച് അവർ കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു വീട്ടിൽ രഹസ്യമായി കണ്ടുമുട്ടിയിരുന്നു. രാജാവിൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഒരു ദുർഗാഷ്ടമി നാളിൽ നാഗവല്ലിയും രാമനാഥനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിവരം രാജാവ് അറിഞ്ഞു. പ്രതികാരം ജ്വലിച്ച മനസ്സുമായി രാജാവ് അവരെ തേടിയെത്തി. നാഗവല്ലിയുടെ മുന്നിൽ വെച്ച് രാമനാഥൻ്റെ തല രാജാവ് കൊയ്തെടുത്തു. തൻ്റെ പ്രിയതമൻ്റെ മരണം കണ്ട് തകർന്നുപോയ നാഗവല്ലിയെ രാജാവ് ആ മുറിയിൽ തന്നെ ബന്ദിയാക്കി. ഒടുവിൽ വിരഹവും പകയും ഉള്ളിലൊതുക്കി അവൾ ആ മുറിക്കുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. നമ്മൾ സിനിമയിൽ കാണുന്ന നാഗവല്ലിക്ക് ഈ കഥയുമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചരിത്രത്തിൽ ശങ്കരൻ തമ്പി എന്നൊരു രാജാവ് കൊട്ടാരത്തിലെ ദാസിയെ കൊലപ്പെടുത്തിയതായി ഐതിഹ്യമാലയിൽ പരാമർശമുണ്ട്. എന്നാൽ നാഗവല്ലി എന്ന പേരും അവൾ തമിഴ് നർത്തകിയാണ് എന്നതും സിനിമയുടെ തിരക്കഥാകൃത്തായ മധു മുട്ടം ചേർത്ത മനോഹരമായ ഭാവനയാണ്. ഈ കഥയെ സൈക്കോളജിയുമായി ബന്ധിപ്പിച്ചതാണ് ആ സിനിമയെ ഇത്ര വലിയ വിജയമാക്കിയത്. നാഗവല്ലി ഇന്നും ഒരു മിത്തായി നമുക്കിടയിലുണ്ട്. ചിലർ പറയുന്നു അത് വെറും കഥയാണെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നു തെക്കിനിയിൽ ഇന്നും ആ നർത്തകിയുടെ കാൽച്ചിലങ്കകളുടെ ശബ്ദം കേൾക്കാമെന്ന്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.